ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയി. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് റൈസിൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി, നമുക്ക് ഇഷ്ടമുള്ള പേരിൽ പറയാം. അപ്പോൾ അത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രേപ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സീസൺ അനുസരിച്ച് ഇതാണ് നമുക്ക് കിട്ടിയത്. ചിലപ്പോൾ ബ്ലാക്ക് കിട്ടും, ചിലപ്പോൾ ഗ്രീൻ കളറിലേത് കിട്ടും. ഏതാണെങ്കിലും കുഴപ്പമില്ല, സീഡ് ഉള്ളതോ സീഡ് ഇല്ലാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ ആ ഒരു തണ്ട് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നിറയെ വെള്ളം ഒഴിക്കണം. ഇനി നമ്മളിത് നോർമൽ വാട്ടറാണ്, അല്ലാതെ ഹോട്ട് വാട്ടർ ഒന്നും അല്ല. ഇതിനി ഒരു 20 മിനിറ്റ്സ് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ എടുത്താൽ മതി, ഒട്ടും വെള്ളമൊന്നും ഇരിക്കണ്ട. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഡലിപ്പാത്രം എടുക്കുക. അപ്പോൾ ഇഡലി തട്ടെടുത്തു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനിയും വെച്ചിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. യാതൊരു പ്രിസർവേറ്റീവ്സും ഒന്നും ചേരാതെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ തട്ടിലോട്ടെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ മറ്റേ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അതും തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ്സ് കേട്ടോ. ടൈം ശ്രദ്ധിച്ചോണം. ഇനി അതിൽ കൂടുതലൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് അലിഞ്ഞു പോകും. കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷനും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഇത് രാവിലെ തന്നെ ചൂടുവെള്ളത്തിലിട്ടിട്ടൊക്കെ കൊടുക്കുന്ന മുതിർന്നവർക്കായാലും ആർക്കാണേലും നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് സീഡൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സീഡ് ഉള്ളതായാലും ഇല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ സീഡ് അങ്ങ് മാറ്റും. നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇതിനി നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് വെക്കണം. നമ്മൾ നാട്ടിൽ മാങ്ങയൊക്കെ ഉണക്കിയെടുക്കുന്ന പോലെ, കപ്പ ഉണക്കിയെടുക്കുന്ന പോലെയൊക്കെ തന്നെ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. 10 മിനിറ്റ്സ് കൊണ്ട് ഒത്തിരി അങ്ങ് പൊട്ടി അതങ്ങ് വെളിയിലേക്കൊന്നും പോവണ്ട. എൻ്റെ കയ്യിൽ മുറം അങ്ങനെ ഉണക്കാനുള്ള വേറെ ഒരു സാധനം, ഒരു ഷീറ്റ് പോലും ഇല്ലാത്തത് കൊണ്ട് അപ്പം ഞാൻ ഇതുപോലത്തെ നമ്മുടെ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് നിരത്തി വെച്ചിട്ട് ഞാനും മോളും കൂടി ഒന്ന് ഞങ്ങളുടെ ടെറസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വരട്ടെ. നമുക്ക് സീസൺ അനുസരിച്ച് ഇതുപോലെ ഫ്രൂട്ട്സ് ആയാലും ഒക്കെ നമുക്കിതുപോലെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. ഇവിടെ ഭയങ്കര ചൂടാണ്. ഒരു 33-34 ഡിഗ്രി ഒക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു 45 മേളിൽ പോയ പോലത്തെ ചൂടാണ്. ഭയങ്കര സഹിക്കാൻ പറ്റത്തില്ല. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് പുറത്ത് നിൽക്കാനായിട്ട്. അപ്പം ഞങ്ങളിതിവിടെ വെച്ചിട്ട് പോവുകയാണ്. അപ്പം നമ്മളിതൊരു 1.5 ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഇപ്പം ഇന്നലെ ഒരു ദിവസം ഫുള്ള് വെച്ചു. ഇന്ന് ഞാൻ പോയി എടുത്തുകൊണ്ട് വരട്ടെ. ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. കണ്ടില്ലേ, എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് 1.5 ദിവസം ആയതാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെക്കാം. ഇന്നലെ ഞാൻ ഫുൾ ഡേ വെച്ചു, എന്നിട്ട് വൈകുന്നേരം ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ കൊണ്ടുവച്ചിട്ട് ഉച്ചയായപ്പോഴത്തേന് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന ഇതാണിത്. 1.5 ദിവസം മതി. ഇതിപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിന്നോ സെക്കൻഡ് ക്വാളിറ്റിന്നോ ഒന്നും തന്നെ ഇതില്ല. നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയോ നമുക്ക് ബിരിയാണിയിലിടുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല ഫ്രൂട്ട്സുകളും നമുക്ക് ഇതുപോലെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നാട്ടിൽ മാങ്ങയൊക്കെ ഉണക്കി വെക്കുന്ന പോലെ. കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും അളവിൽ കാണിച്ചത്. നമുക്ക് കൂടുതൽ ഇപ്പം ഒരു 2-3 കിലോ മുന്തിരിങ്ങ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് എടുക്കാം. അതൊക്കെ ഉണക്കാനുള്ളൊരു സൗകര്യം ഉള്ളിടത്താണ്, കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ മുറവും അങ്ങനെ ഉണക്കാനുള്ള ഒരു ഷീറ്റോ ഒന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയാക്കി കാണിച്ചത്. ഇതിന് നമ്മളിങ്ങനെ ഒരു കണ്ടെയ്നറിലെടുത്ത് ഇട്ട് വെക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പം ഒരെണ്ണം കുട്ടികളെടുത്ത് ഇപ്പം ഇതിങ്ങനെ കഴുകാതെ എടുത്ത് കഴിച്ചാലും ഒക്കെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.